വാർത്തയായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻപിലുള്ള അനുഭവം തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സംഘടിതമായി ഹീനമായ നുണകൾ പ്രചരിപ്പിച്ച് തൽക്കാലത്തേക്ക് വോട്ട് നേടുക. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും സത്യം പുറത്തു വരിക. അത് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അതിലധികവും കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈന്തുള്ളതിൽ ബിനു എന്നൊരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നത് മാധ്യമപ്രവർത്തകർ ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ഹീനമായ നുണയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലേ? ഹീനമായ ഒരു കളവ് പ്രചരിപ്പിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അവസാനം അത് നുണയായിരുന്നുവെന്നും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയായിരുന്നുവെന്നും വ്യക്തമാക്കപ്പെട്ടു, പരസ്യമാക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്കെതിരായി എത്ര ഹീനമായ പ്രചാരവേല നടന്നു. ആ കാര്യത്തിൽ ഒരു കേസിൽ കോടതി പ്രതിയെ ശിക്ഷിച്ചു. നിങ്ങളെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ, മാധ്യമപ്രവർത്തകരെങ്കിലും അത് ഓർത്തിരിക്കണ്ടേ. ശിക്ഷിച്ചു, ശിക്ഷ ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആളുടെ പേര് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതാണ് കേരളത്തിലെ പ്രശ്നം. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഒരു കളവ് പ്രചരിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതായി വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി പ്രതിയെ ശിക്ഷിക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയെ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന പാർട്ടിയാണ് ലീഗ്. ഒരു ചെറുപ്പക്കാരനെ കളവ് പ്രചരിപ്പിച്ച് വെട്ടിക്കൊന്ന പാർട്ടിയാണ് ലീഗ്. അപ്പൊ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത്തരം ആരോപണങ്ങൾ വരികയാണ്. ആരോപണങ്ങളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ്. അപ്പൊ ഇത് സംബന്ധിച്ചെല്ലാം ഏത് തരത്തിലുമുള്ള വ്യവസ്ഥാപിതമായ പരിശോധനകൾ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഈ ഘട്ടത്തിൽ ഇതേ പറയാൻ പറ്റും. കാരണം ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ, കോഴിക്കോടൻ ആരോപണങ്ങളിൽ നമ്മുടെ അനുഭവം നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. കോഴിക്കോടിനെ ഞാൻ അപമാനിച്ചു എന്നൊന്നും പറയല്ലേ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ചരിത്രത്തില് വലിയ പാരമ്പര്യമുള്ളൊരു നഗരമാണ്. ദ സിറ്റി ഓഫ് ട്രൂത്ത് എന്നാണ് കോഴിക്കോട് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കോഴിക്കോടിനെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ജില്ലയെ പറഞ്ഞതാണ്. കോഴിക്കോട് ഒരു പ്രശ്നമില്ല. കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം ലീഗും UDF-ഉം ബോധപൂർവം കള്ളക്കഥകൾ പ്രചരിപ്പിക്കാറുണ്ട്. അത് ചരിത്രമാണ്. അങ്ങനെ കള്ളക്കഥ പ്രചരിപ്പിച്ച് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നതാണ് ഈന്തുള്ളതിൽ ബിനു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന അത്തരമൊരു വ്യാജ പ്രചരണത്തിന്റെ ബാക്കി പത്രമായി കോടതിയിൽ കേസ് വരികയും ആ കേസിൽ കോടതി വിചാരണ പൂർത്തിയാക്കി പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തു. ഞാൻ അതിവിടെ പറയാൻ കാരണം അത് പല മാധ്യമങ്ങളും മൂടിവെച്ചു. അത് തുറന്ന് പറയാൻ, വിമർശിക്കാൻ തയ്യാറായില്ല. ശൈലജ ടീച്ചർക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപത്തിൽ കോടതി ശിക്ഷിച്ചത് ലീഗ് പ്രവർത്തകനെയാണ്, ഭാരവാഹിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തിലും എന്താണ് വസ്തുത എന്നത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് പരിശോധനയും കോടതി ഇടപെടലും ഒക്കെ വരട്ടെ എന്നതാണ്.